പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ടുട്ടുവിൻ്റെ മാങ്ങാക്കൊതി. ഈ കഥ കേൾക്കൂ. കൂട്ടുകാരാ, ഒരു മാങ്ങ തരുമോ? ടുട്ടുമുയൽ ചിപ്പു അണ്ണാനോട് ചോദിച്ചു. ശരി, ഒരെണ്ണം തരാം, ഇനി ചോദിക്കരുത് എന്നു പറഞ്ഞ് ഒരു മാമ്പഴം ചിപ്പു ടുട്ടുവിന് കൊടുത്തു. മറ്റൊരു മരത്തിൻ്റെ കമ്പിലേക്ക് ചാടി ഓടിപ്പോയി. രുചിയുള്ള മാമ്പഴം തിന്നപ്പോൾ ടുട്ടുവിൻ്റെ കൊതി കൂടുകയാണ് ചെയ്തത്. അവൻ തൊട്ടപ്പുറത്തുള്ള മാവിലെ കിട്ടുക്കുരങ്ങനോട് ചോദിച്ചു. കിട്ടുക്കുരങ്ങാ കൂട്ടുകാരാ, അങ്ങേ മാവിൻ്റെ കമ്പിലേറി ചക്കര മാമ്പഴം 5-6 ഒന്ന് പറിച്ചു തരാമോ നീ? എനിക്ക് വയ്യ, ആ മാവിൽ നിറയെ കടിയനുറുമ്പുകളാണ്. കുരങ്ങച്ചൻ സമ്മതിച്ചില്ല. ടുട്ടുവിന് കൊതി സഹിച്ചില്ല. എങ്കിൽ ചേട്ടൻ എനിക്കൊരേണി ചാരി വെച്ച് തരുമോ? ഞാൻ കയറി പറിച്ചോളാം. വേണ്ടാത്ത പണിക്ക് പോണ്ട എന്ന് പറഞ്ഞ് വിലക്കിയെങ്കിലും ടുട്ടു സമ്മതിച്ചില്ല. ഒടുവിൽ കുരങ്ങച്ചൻ ഒരു വലിയ ഏണി മാവിൽ ചാരിക്കൊടുത്തു. സന്തോഷത്തോടെ ടുട്ടു മാവിന് മുകളിൽ കയറി. ചക്കര മാവിൻ കൊമ്പിൽ കയറി മാമ്പഴമൊന്നു പറിക്കേണം, ആർക്കും നൽകാതെ ഒത്തിരി ഒത്തിരി തിന്നേണം എന്നു പാടിക്കൊണ്ട് ടുട്ടു മരക്കമ്പിന് മുകളിലെത്തി. ഹായ്, നല്ല മാമ്പഴങ്ങൾ! അവൻ ഒരു മാമ്പഴക്കുലയുടെ മുകളിലേക്ക് ചാടിക്കയറി. പെട്ടെന്ന് ടുട്ടു അയ്യോ എന്ന് ഉറക്കെ അലറി. കടിച്ചു കീറുന്ന ഉറുമ്പുകൾ അവൻ്റെ ദേഹത്ത് പൊതിഞ്ഞു. ദേഹത്തും കാലിലും കണ്ണിലും മൂക്കിലും നിറയെ ഉറുമ്പുകൾ. അവ മത്സരിച്ച് ടുട്ടുവിനെ കടിച്ചു. ടുട്ടു വേദന കൊണ്ട് പുളഞ്ഞു. മാമ്പഴം കുലയോടുകൂടി താഴേക്ക് വീണു. ഒപ്പം മുയൽക്കുട്ടനും. ശബ്ദം കേട്ട് കുരങ്ങച്ചനും കുഞ്ഞണ്ണാനും ഓടിയെത്തി. ഉറുമ്പ് കടിയേറ്റ അവശനായ മുയൽക്കുട്ടനെ അവരാശ്വസിപ്പിച്ചു. കടി കൊണ്ടെങ്കിൽ എന്താ, ധാരാളം മാമ്പഴങ്ങൾ കിട്ടിയല്ലോ. കിട്ടുക്കുരങ്ങൻ മുയൽക്കുട്ടനെ സമാധാനിപ്പിച്ചു. മാത്രമല്ല, കവിളുകൾ ഉറുമ്പ് കടിയേറ്റ് തേന്മാമ്പഴം പോലെ ചുവന്നു തുടുത്തിരിക്കുന്നുമുണ്ട്. ചിപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് വേദന മറന്ന് ടുട്ടുവും ചിരിച്ചു.